അന്ന് അതുമാതിരി പണിയെടുത്തോടുന്നു. അത് കാരണം കുഴപ്പമില്ല. ഇപ്പൊ പണിയെടുക്കണില്ല. നമ്മുടെ സ്പെഷ്യൽ റെസ്ക് നിറയെ ഗപ്പികളില് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളാണെന്ന് പറഞ്ഞു. അയ്യോ അടുത്ത തവണ കണ്ടമാനം ഉണ്ടായിക്കൊള്ളട്ടെ. പൊടി പൊടി പോലത്തെ വളം കണ്ടിട്ട് അസൂയ തോന്നുന്നു. ആരോട്? എന്നോട് തന്നെ. ബെൻ ജോൺസൺ ഓടാൻ നിൽക്കണ പോലെ കാലം പ്രതി കടത്തി കഴിഞ്ഞാൽ മോന്ത് കുത്തി വീഴുന്നു. നമുക്ക് ആ ജ്യൂസ് വേൾഡിന്റെ ബ്രാൻഡിൽ ഇറക്കാം. കയ്യൊക്കെ കഴുകി വന്നല്ലോ. ആ തിന്നെ പിന്നെ തിന്നുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സുജിത വന്നിട്ടുണ്ട്. ഇന്ന് വേനൽക്കാലം തുടങ്ങാനട്ടെ. വേനൽക്കാലം തുടങ്ങുമ്പോൾ സാധാരണ ഒരു നമ്മൾ കുറേ ഫ്രൂട്ട്സുകൾ വെച്ചിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സിൽ മാവും റംബുട്ടാൻ പിന്നെ അബിയോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പേരക്കായ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ഈ സമയത്ത് ഞാൻ വളം ചേർക്കാറില്ല. പക്ഷേ നമ്മുടെ തങ്കാൻറ്റീനെ അറിയില്ല, തൃപ്പൂണിത്തറയിലെ തങ്കാൻറ്റി പറഞ്ഞു ഈ സമയത്ത് വളമിടണമെന്ന്. വളമിട്ടിട്ട് നന്നായി നനച്ചു കൊടുക്കുക. നന്നായി നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കായ്പിടുത്തുണ്ടാവുന്നു, അടിപൊളിയായിട്ടുണ്ടാവുന്നു. നമ്മുടെ നല്ല വളർച്ചയാണ്. ഇവർക്കൊക്കെ നോക്കി നല്ല വളർച്ച. നമുക്ക് അബി ഉണ്ടായതെന്ന് അറിയാലോ. ഇത് കോട്ടൂർക്കോണൊക്കെ നല്ല വലിപ്പമായി. അപ്പോൾ ഇപ്പോൾ ഈ വളർച്ചയിൽ തന്നെ ഇപ്പോൾ നന്നായി നനച്ചു കൊടുക്കുന്നുണ്ട്. നനച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട കണ്ട അതിങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കടയിൽ നിന്ന് മാന്തിയിട്ട് വളമിട്ട് കൊടുത്തിട്ട് എല്ലാ ദിവസവും നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വളം വാങ്ങിച്ചു കൊണ്ടു. പനീര ഇതൊക്കെ വാങ്ങിക്കാനാണ് വിചാരിച്ചത്. അതവിടെ ഇല്ല. ഈ വളം എന്നിട്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളമാണെന്ന് പറഞ്ഞാൽ വിലയും കൂടുതലാണ് എൻ്റെ വളത്തിന്. നമ്മൾ ഈ വക മരങ്ങൾക്ക് ഇംഗ്ലീഷ് വളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അല്ലാണ്ട് ഇതേണ്ട ഈ വളമാണ് മണിയായിട്ടുള്ള കോംപ്ലക്സ്. ഇത് ഓരോ ചിരട്ട വെച്ച് 10 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് അത്രയ്ക്ക് മരങ്ങളുണ്ട്. നമുക്ക് ഓരോ ചിരട്ട വെച്ച് ഇട്ട് കൊടുക്കാൻ ചിട്ടാണ്. അപ്പോൾ നമുക്ക് വളരണ പരിപാടിയാണ്. സുജിത നിനക്ക് മിറ്റടിക്കാനുള്ളത് മെയിൻ സാധനങ്ങൾ ഇവിടെ നോക്കിയ ചവറുകൾ. ഈ ചവറുകളൊക്കെ നമ്മുടെ അവിടുത്തെ കമ്പോസ്റ്റ് കുഴിക്കാണ് പോകുന്നത് എല്ലാം. സുജിതാരെ 3 പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഊഞ്ഞാലിലിരുന്ന് ആടുന്നുണ്ട്. അവൻ നാണം വന്നു. നിങ്ങളുടെ വീട്ടിൽ ടി വിൻ്റെ വർക്ക് ചെയ്യുന്നില്ലേ? ആ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളമിടാം. ഇനിയിപ്പോൾ ഈ സമയത്ത് വളമിടാമെന്ന് അറിയില്ല. ഞാൻ ഈ സമയത്ത് വളം ചെയ്യുന്നത് അപൂർവമാണ് കേട്ടിട്ടുള്ളൂ. പക്ഷെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ കാരണം നമ്മൾ ഈ കാത്തു കെട്ടി നിൽക്കണില്ല. പുല്ല് കടക്കിണ്ടായ കാര്യമില്ല. പുല്ല് കടക്കിണ്ടായി വളർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലിനായിരിക്കും വളർച്ച. മാവും തേക്ക് വളർച്ച ഉണ്ടാവില്ല. അല്ല മാവും തേക്ക് കിട്ടില്ല വളം. പിന്നെ വേറെ പിന്നെ വേറെ വളങ്ങളൊക്കെ ഉണ്ട്. അതിന് 35 രൂപ കിലോയ്ക്ക്. വളമിട്ട് കൊടുക്കണ ചുമത്തിലുള്ള എനിക്ക്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സരിതയും ചേക്കും നനയ്ക്കൽ സരിതയും ചേക്കും ചെയ്തോളും. അത് അവർ ചെയ്തോളും. അവരുടെ ഡ്യൂട്ടിയാണത്. നമുക്ക് നമ്മുടെ വളം ഇട്ട് കൊടുക്കാം. ഓരോ ചാർട്ട ചെയ്തിട്ട് കൊടുക്കാം. ഓരോ ചാർട്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു 150-200 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അത്രയുള്ളൂ. നമ്മുടെ അബിയുവിന് വളം. അബിയു അടുത്ത തവണ കണ്ടമാനം ഉണ്ടായിക്കൊള്ളട്ടെ. നല്ല പഴമാണ്. നിങ്ങൾ ഡാൻസ് കളിക്കില്ലേ? ഡാൻസ് കളിക്കില്ലേ? ആമ്പൽപ്പൂ ഉണ്ടായിക്കണ നോക്കിയ പൂവ്. ഇത് ആമ്പൽപ്പൂ കേട്ടോ. ഇത് കണ്ട ഇത് താമരയാണ്. താമര. ഈ പകുതി സ്ഥലം ആമ്പലിന് വിട്ട് കൊടുത്തു, പകുതി താമരയ്ക്ക് വിട്ട് കൊടുത്തു. നിറയെ ഗപ്പികളാണ്. അപ്പോൾ ഈ താമര അത്ര വളർച്ചയില്ല. എന്നാലും വളർച്ചയുണ്ട്. അതുമ്പോൾ എപ്പോഴും പൂവുണ്ടാവും. നല്ല ഭംഗിയിലാണ്. അപ്പോൾ 3 പൂവ് ഇപ്പോൾ നാളെ വിരിയാനുള്ളതാണ്. ആ മറ്റേ അപ്പുറത്തെ പൂവ്. ഇതും ഉണ്ടാവില്ല. പൊങ്ങി വലുതായി വരുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും. ഇനി നമ്മൾ തിരുവനന്തപുരംകാരുടെ കോണത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. അതായത് ഒരു സാധനം ഞാൻ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇമ്രാൻ്റെ ലീലാവിലാസങ്ങളാണ്. നമ്മുടെ ഈ കടപ്പാരില്ലേ ഇങ്ങനത്തെ ഈ സാധനം ഇട്ടിട്ട് വലിച്ചെടുക്കലാണ് പണി. ആ സാധനമാണ് ഇത്. ഇവിടത്തേക്ക് വലിച്ചെടുത്തതാണ്. ഇവിടത്തേക്കേ ആനടിച്ചതൊക്കെ വലിച്ചെടുക്കണതാ ദേഷ്യം വരുമ്പോൾ.
നന്നായി മാങ്ങിണ്ടാവും എൻ്റെ കോട്ട് പോണം. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. വെയിലവിടെ ഭയങ്കര വെയിലാ. അതേ ഞാൻ അവിടെ കളച്ചിട്ട് പിന്നെ ഭയങ്കര വെയിലായിരുന്നു, പിന്നെ കളച്ചില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ 4:30 ഇത് ചായ കുടിക്കുക. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ റസ്ക് കേട്ടാ, നല്ല ടേസ്റ്റായ റസ്ക്. അപ്പോൾ എന്താന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നു കളി കഴിഞ്ഞോളുടെ. ആ നല്ല പരിപാടിയുണ്ട്. കണ്ടിപ്പോ പുറത്തേക്ക് വരില്ല. അതെ, നമ്മൾ വളത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ വളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് പലരും കണ്ടിട്ടുണ്ടാവും കേട്ടാ. നമ്മുടെ ചപ്പ് ചവറ് അടിച്ച് വാരിയിട്ട് അതിലിട്ടിട്ട് ഇത്തിരി ചാണം അപൂർവമായിട്ടുള്ള കുറച്ച് കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വളമാണ് കേട്ടോ ചപ്പ് ചവറ്. തേണ്ട അപ്പുറത്തെ കളിയിൽ നോക്കി നിറഞ്ഞ് മറ്റേ സുജിത അടിച്ച് വാരുന്നതും പിന്നെ പുല്ല് വെട്ടി ഇതൊക്കെ കൊണ്ടുവന്നതിലിട്ടതാ. ഇത് നോക്കിയേ വളം പൊടിയാണ്, തനിപ്പൊടി കേട്ടാ, നല്ല കാപ്പി പൊടി പോലെ ഇതിൻ്റെ പൊടി. അപ്പം ചവർന്ന് അറിഞ്ഞു കേട്ടാ നമ്മുടെ അയ്യോ അതങ്ങോട്ട് വീണു. നമ്മൾ ചെയ്തിട്ടുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ട്, അതിൽ വിജയിച്ച ഒരു സാധനമാണ് കേട്ടോ ഇത്. എനിക്ക് ഇറങ്ങിയിട്ട് എടുക്കാം. ഇത് വൃത്തികേട് സാധനമില്ല കേട്ടാ, കണ്ടാ സ്പോഞ്ച് പോലെ എനിക്ക്. മഴക്കാലമാണെങ്കിൽ നമുക്ക് കണ്ടാ നോക്കിയേ, മഴക്കാലമാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിട്ടാ. കണ്ടാ പൊടി പോലെ തന്നെ വളം, ഇത്ര ഗ്രാം വളം. നോക്കിയേ സരിത, എനിക്ക് കണ്ടിട്ട് അസൂയ തോന്നുന്നു. ആരോട്? എന്നോട് തന്നെ. നിറച്ച് മണ്ണിരകളായില്ലേ. സാധാരണ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ മണ്ണിരകൾ കൊണ്ടിടില്ലേ, ഇടും. ഇതിൽ തന്നെ വന്നൂല്ലേ. ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇവിടുത്തെ ചവറുകളും മയാണ് മാത്രള്ളോ, ചാണകം ഇട്ടിട്ടില്ല. ചാണകം ഇട്ടിട്ടില്ല. ഞാൻ ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് അതിലത്തെ മുകളിൽ നിൽക്കണൊക്കെ ഇങ്ങോട്ട് ഇടാം അല്ലേ? ആ അതന്നെ. അപ്പൊ അപ്പുറത്തെ വേറെ കുഴിനെ അതിൽ നോക്കി ചവറിപ്പ് നിറഞ്ഞു, കൊള്ളില്ല. ഇനി അത് ഇതിലത്തെ വളം മുഴുവൻ എടുത്തിട്ട് അത് ഇങ്ങോട്ട് തട്ടിയിട്ട് മൂടിയിടണം. അതില് കുറച്ച് ചാണകം കൊണ്ടിടാൻ തോന്നുന്നു. ഇതിലിപ്പോ നമ്മുടെ അപ്പൊ പെട്ടെന്നാവും. അടുക്കളയിലത്തെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇടും. പലതരം ജീവജാലങ്ങളുണ്ട് ഇതില്. ചേട്ടൻ ചെരുപ്പിട്ടിട്ടില്ലേ? പിന്നെ ചെരുപ്പിടാണ്ട്. അപ്പൊ ഇതും കൂടിയും ആ വളത്തിൻ്റെ ഒപ്പേ, ആ ഇംഗ്ലീഷ് വളത്തിൻ്റെ ഒപ്പം ഇതും കൂടിയിട്ടാണെങ്കിൽ കലക്കണയില്ലേ ഇല്ല സജ്ജ. വളത്തിൻ്റെ ഒപ്പേ ഇംഗ്ലീഷ് വളം കൂടിയിട്ടാണെങ്കിലേ, അല്ല ഇംഗ്ലീഷ് വളത്തിൻ്റെ ഒപ്പം ഇത് കൂടിയിട്ടാണെങ്കിലേ. ഇതാ പച്ചക്കറിക്ക് ഇട്ടാ പോരെ. ഇവിടെ ഈ മരങ്ങൾക്ക് ഇംഗ്ലീഷ് വളം ഇടുമ്പോ എന്തിനാ പിന്നെ ഇത് കൂടിയിട്ട് കൊടുക്കണം അതിന്റെ കൂടെ? ജൈവവളം. ഇംഗ്ലീഷ് വളത്തിൻ്റെ ഒപ്പം ജൈവവളം ഇടും. എന്തിന്? അവിടെ കൊണ്ടുപോയി അവിടെ വളത്തിൻ്റെ അയിര് കളിയാ. ഇതിന് കിട്ടു ഞാൻ നമ്മുടെ ഇത് പല മൂലാദികൾ എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാ ഈ ഞാൻ ഇവിടുന്ന് വളം കോഴിക്കാട്ടം അതൊക്കെ ഇട്ട് കൊടുക്കണായിരുന്നില്ലേ. അപ്പൊ പിന്നെ ഇംഗ്ലീഷ് വളം വാങ്ങിച്ച് ഇത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നില്ലേ? ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കും. എന്തിട്ടെങ്കിലും ചെയ്. ഇവറ്റങ്ങൾക്ക് വളം കൂടി വെച്ചിട്ട് ഇവറ്റങ്ങൾ നാശാവില്ല. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചേട്ടനോട് പറഞ്ഞിട്ടുള്ള വാക്ക് ഇതാ, എന്തെങ്കിലും ചെയ്. ഞാൻ നാളെ ആലോചിച്ചു, ഒരു ദിവസത്തിൽ എത്ര വട്ടാ ഞാനിത് പറയാന്ന്. ബെൻ ജോൺസൺ ഓടാൻ നിൽക്കണ പോലെ കാലം പ്രതി കടത്തി കഴിഞ്ഞാൽ മോന്ത കുത്തി വീഴുമെന്ന്. വേണ്ട, ഭാഗ്യപരീക്ഷണം വേണ്ട. നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ഇത്രയും നല്ല വളം കണ്ടിട്ടുണ്ടാവില്ലേ. പണ്ടേ ജൈവവളം ഉണ്ടാക്കാൻ ഞാനും മിടുക്കനാണ്. കണ്ട എന്തൊരു വളം ഇത് അലിക്കാനിടാം. അപ്പം നമ്മൾ ഈ മാവിനിട്ടാ, ഈ മാവ് പൂവിട്ടുണ്ട്. സരിത മോട്ടർ ഇട്ട് നന്നായി നനച്ചു കൊടുത്തോളൂ കേട്ടാ. നനയ്ക്കാം. ഞാൻ ഫ്രണ്ടിലത്തേനെ നനയ്ക്കാൻ പോട്ടെ. ഇവിടെ നനച്ചാൽ മതി. ഇവിടെ കൊറോണത്തിൻ്റെ ഞാൻ കടമാന്തിയിട്ടുണ്ട്. ഇതിൽ പൂവിട്ടുണ്ട്. ഉണ്ടാവോ ഞാനേ സരിത, കുരിച്ചറ ഒരു സിമെന്റ് കടയുണ്ട്. അവിടെ ഇത് ഇത്രയ്ക്ക് പോകുന്നൊരു മാവാ. അതുമ്മ മാങ്ങ കാണണം. കൊലയിലായിട്ട് മാങ്ങ ഒട്ടുമാവണ് കേട്ടാ. കുരിച്ചറ സെന്റർ കഴിഞ്ഞിട്ട് വളം വാങ്ങിക്കണോടത്താ നമ്മളാ മറ്റേ സാധനം വാങ്ങിക്കാൻ പോയില്ലേ, എന്നിട്ട് സ്വർഗത്തിലെ പഴം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പൊട്ടിക്കാൻ പോയില്ലേ, ഓർമ്മയില്ലേ? ആ സ്വർഗത്തിലത്തെ പഴം പൊട്ടിച്ച അതന്നെ അതില് വീഡിയോയില് കാണിക്കണ്ടെന്ന് തോന്നുന്നു. ഒരു മാവ് പലതരം മാങ്ങകൾ ഉണ്ടാവണല്ലേ. പലതരം മാങ്ങയല്ല അത്, ഒറ്റതരം മാങ്ങയാണ്. പക്ഷെ ഇഷ്ടം പോലെയാ വളടാം. പൂരത്തിലെ കൊട്ടുകളാട്ടാ, അയ്യപ്പൻ കാവിൻ്റെ അവിടുത്തെ കൊട്ട്.
വളം. ഇതെന്തിട്ട് വള? ഇത് മിക്സർ എന്ന് പറഞ്ഞിട്ട് സാധനം 19, 18, 17, 17 അങ്ങനത്തെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല വളമാണ്. പക്ഷെ അതിനേക്കാളും വില കൂടിയതാ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ മൂലകങ്ങൾ അതിൻ്റെ അടങ്ങിയിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഞാനത് കേട്ട് വിശ്വസിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജൈവവളം രണ്ടും കൂടി പ്രതിപ്രവർത്തിച്ചിട്ട് എന്തിട്ടുണ്ടാവോ? അങ്ങനെ ഉണ്ടാവില്ല. ഈ സാധനം എല്ലാവരും ഇട്ടുന്നത് തന്നെയാണ്. ഇതിപ്പോൾ അവിടേക്ക് പച്ചക്കറിക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ ബെസ്റ്റ് കമ്പോസ്റ്റ് കുഴികളില്ലേ, അടിപൊളി കുഴിയെല്ലാം ആയിട്ടുള്ള വളമായിട്ടില്ലല്ലോ. വളമായി തുടങ്ങി. എവിടെന്ന് വളായിന്നാ പറയണേ? ഇന്നാളല്ലേ അതിന്റെ മുകളിൽ ചാണിട്ടത്. അത് പെട്ടെന്ന് ഇനിയിപ്പോ ഈ സാധനം ഇപ്പം തുരിച്ച് ഇത് മുഴുവൻ എടുത്താലല്ലേ ആ ചവറിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ ഈ എല്ലാത്തിനിടുമ്പോ കഴിയും. ഇതിപ്പോ ഇത്രയ്ക്ക് ഇട്ടില്ലേ, അത് അത്രയ്ക്ക് ചൂടാണ് നിൽക്കുന്നത്. ഈ മറ്റേ ചവറിന്റെ മുകളിൽ ചാണം വരുമ്പോ അതിന്റെ ഉള്ളിൽ ഭയങ്കര പ്രതിപ്രവർത്തനമാണ് നടക്കുന്നത്. ഇതിന് ഡെയിലി സുചിതാര പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അടിച്ചുവാരൽ കഴിഞ്ഞു. അവിടെ പോവാണെന്ന്. ഈ റംബൂട്ടാല്ലേ, ഈ റംബൂട്ടാൻ വെച്ചിട്ട് ഒരു കൊല്ലമായിട്ടല്ലോ. നല്ല വളർച്ചയിന് നല്ല വളർച്ചയാണ്. ഇക്കൊല്ലം ഇതുമേ കായ് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വളം കാണുമ്പോൾ ഒരു നല്ല ഭംഗിയില്ലേ, പല പല കളറുകൾ. എനിക്ക് ഒരു വെള്ള പൊടി ഉണ്ടാവാറില്ലേ, അത് യൂറിയ അധികം എഴുത്. യൂറിയ നൈട്രജൻ വീട്ടുകൾക്ക് ആകാശത്ത് നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലേ, നൈട്രജൻ്റെ ആവശ്യമില്ലേ? ആകാശത്തിന് എങ്ങനെയാ അന്തരീക്ഷത്തിലത്തെ നൈട്രജനെ എടുക്കാനുള്ള കഴിവില്ല ചെടികൾക്ക്? വായുവിൽ നിന്ന് എടുക്കാനുള്ള കഴിവില്ല. അല്ല, അത് അതിന്റെ ആകെ പയറുവർഗത്തിലുള്ള ചെടികൾക്ക് മാത്രം അത് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ല, അതിന്റെ ആവശ്യമില്ല. നൈട്രജൻ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇലകള് വലുതാവുള്ളൂ. വളർച്ച കിട്ടാനാണ് യൂറിയ ചേർക്കാൻ. അതന്നെ, വിളവ് കിട്ടാൻ കാട്ടുമ്പോ ഈ പൊട്ടാഷ്യം കൂടുതൽ ചേർക്കാം. നനയ്ക്കാൻ തുടങ്ങട്ടെന്ന് വെച്ചാ ഇത് നനയ്ക്കുമ്പോ നോക്കി നനച്ചോളാം. അതിന്റെ ഓരോന്നിനോരം നനച്ചോ. അവിടെ പുല്ലധികയില്ല, പുല്ലൊരു ഇതും പോയി. നമ്മുടെ മാങ്കോശിനാണ് കേട്ടാ. ഈ മണ്ണിനിലേക്ക് തട്ടിടില്ലേ? ഇല്ല, തട്ടിയില്ല. എന്തേ നനയ്ക്കണ്ടേ, വെള്ളം നനയ്ക്കണ്ടേ. അപ്പൊ ഈ വളം കിട്ടാനായിട്ട് മണ്ണിട്ടാലല്ലേ? അതങ്ങനെ അലിഞ്ഞു പോയോളും. വളയിന്റെ മേലെ കിടന്നിട്ട് എന്താ കാര്യം? അതൊക്കെ മണ്ണിലേക്ക് പോയോളും. മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മീതെ പുല്ല് വന്നിട്ട് പുല്ലുകൾ മുഴുവൻ വളം തിന്നും. അപ്പം പുല്ല് വലുതാവും, മരം വലുതാവില്ല. നല്ല ഭംഗി കാണാൻ. നല്ല ഭംഗിയുണ്ട്. മാങ്കോശിന് ഇടുന്നു കേട്ടാ വളം. അരിയായിക്കോ തരുത്. മരങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും പുരോഗമിക്കട്ടെ. 2 തൂമ്പ വീതം ഓരോരുത്തർക്ക്. നമ്മുടെ റംബൂട്ടാൻ അടിപൊളിയാവട്ടെ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ വലിപ്പത്തിൽ വരുന്ന അബിയു. 5 എണ്ണം കിട്ടിയ അബിയു തിന്നു. മരത്തുമ്പിലേക്ക് മരത്തിന്റെ മോളിൽ കൂടെ നനയ്ക്കുമ്പോ മരങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞില്ലേ ചേട്ടൻ? അവർക്ക് മഴ പെയ്യുന്നതായിട്ട് തോന്നുന്നു. മഴ പെയ്യുന്നതായിട്ട് തോന്നുന്നു. അതിനുശേഷം ഞാൻ മരങ്ങൾ ഇതുപോലെ നനയ്ക്കാറുണ്ട്. ചാർലിനെയും ഇമ്രാനെയും അഴിച്ചിട്ടുട്ടാ. ചാർലിയുടെ അസുഖം കാലുമലത്തേക്ക് മാറി. ഇറങ്ങിയാറാ ഓടി കാണിച്ചതാ. വലിയ കുഴപ്പമില്ലാതെ പോയി കേട്ടാ. അപ്പൊ ഞൊണ്ടലൊക്കെ പോയി. അയ്യോ, ഇതൊരു പരുവായില്ലേ. സ്വിമ്മിങ് പൂള് അല്ല, ഇതിനൊക്കെ വളടാൻ പോണല്ലോ. അവിടേക്ക് വരുന്നുള്ളോ. നമ്മുടെ സ്വിമ്മിങ് പൂള് കുറച്ച് നാളായിട്ട് നമ്മൾ നോക്കണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട ഒന്നുമില്ലേ, നമ്മുടെ ആദ്യത്തെ ഷീറ്റില്ലേ, ആ ഷീറ്റിന് ഒരു ഓട്ട വന്നു, ലീക്ക്. ആ ലീക്ക് വന്നു കൂടിയിട്ട് പിന്നെ വെള്ളം നിൽക്കാണ്ടായി. അപ്പോൾ ഞാൻ ഷീറ്റ് മാറ്റണം. എന്താണ് ആ ഷീറ്റിന് പറ്റിയെന്ന് അറിയില്ല. കനം കുറഞ്ഞിട്ടുള്ളതാണോ എന്തിട്ടാണോ എങ്ങനെ ഓട്ട വന്നു നമുക്കറിയില്ല. ഓട്ട എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു പിഴവ് സംഭവിച്ചു. പിന്നെ അത് ശരിയാക്കിയിട്ട് വേണം അതിൽ വീണ്ടും നമ്മുടെ കുളികളൊക്കെ ആരംഭിക്കണമെങ്കിൽ. പിന്നെ ഇപ്പോൾ ഒന്നാമത് നമുക്ക് ഈ നീരൊഴിച്ചും അല്ലാതെ തന്നെ ഈ ജൂൺ മുതൽ ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യം ഒരു ജനുവരി വരെ ആവശ്യമില്ല. സരിത ആവശ്യമില്ല, ശ്രദ്ധിക്കാത്ത. നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആവശ്യം വരാം. ഇതുപോലെയാണ് മാങ്ങ 2 ഉണ്ടായിട്ടില്ല കേട്ടോ. നോക്കിയാ വലിപ്പായി തുടങ്ങി. നമ്മളിവിടെ ആദ്യം പുല്ല് വെച്ച സമയത്തേ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പോലെ കാണുള്ളൂ. ഇതിങ്ങനെ
ഇങ്ങനൊരു ലൈൻ കണ്ട, ഇവിടെ ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളില് 2 തെങ്ങും അപ്പുറം മാത്രമാണ് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇഷ്ടിക മാറ്റിയിട്ട് ഇവിടെയും കൂടി പുല്ലാക്കിയത്. പക്ഷെ ആ ഇഷ്ടിക വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വെച്ചു പോയ സ്ഥലമാണിത്. ആ സ്ഥലത്ത് എന്താണെന്നറിയില്ല, ഇങ്ങനെ കറക്റ്റ് അങ്ങനെ ഒരു ലൈൻ പോലെ പുല്ലിങ്ങനെ ഉണങ്ങും. വേനൽക്കാലത്ത് ഇട്ടാ, വർഷക്കാലത്ത് വെള്ളം ഇങ്ങനെ കിട്ടുമ്പോൾ അത് ശരിക്ക് കിടന്നോളും. പക്ഷെ വേനൽക്കാലത്ത് ആ ഭാഗത്ത് മാത്രം പുല്ല് ഉണങ്ങും. അതെന്താണാവോ അറിയോ ചേട്ടന്? ഇമ്രാൻ എന്താ ഭയങ്കര അനുസരണോടുകൂടി വന്നിങ്ങനെ ഇരിക്കണ്ടല്ലോ അടുത്ത്. അതായത് ചാടനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. ചാടിക്കഴിഞ്ഞാൽ നല്ല ചൂരിലോട് നല്ല പെട കൊടുക്കും. അപ്പൊ അതിനുശേഷം ചാടിയിട്ടില്ലേ? ഇപ്പൊ 7 ദിവസം ചാടാണ്ടായിട്ട്. 7 ദിവസം 3 ദിവസം എന്നാ നമ്മള് ചാടിയത്? 3-4 ദിവസമായി ഉണ്ടാവും മാക്സിമം. 3-4 ദിവസം അല്ലല്ലോ. ഇന്നലെ അവര് നല്ല അനുസരണശീലായി. ഇപ്പൊ ഒന്നറിയില്ല, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവോ? അതെ, അങ്ങനെ പറയണതിന്റെ പറയണ അന്ന് തന്നെ ചാടാറുണ്ട്. ഒരു വണ്ടിയിലത്തെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു വണ്ടി കൂടി എടുത്തിട്ട് തരാം. മേളം പൊരിക്കുക. കൂളമാവ് ഉയരല്ലേ. ചാർലി മേലെ ശ്രദ്ധിക്കുക. നമ്മുടെ വളർല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മാവിന് മാത്രം കണ്ട ഇതിന് തല ഇവിടുന്ന് ഉണങ്ങിപ്പോയിട്ട് ഇത് ഇവിടേക്കിന്ന് ഇതായി. ഇതിന് വളരണം സരിത? അത് എനിക്കറിയില്ല. ഞാനത് ചേട്ടനോട് ചോദിക്കാൻ വരായിരുന്നു ഇതിന് വളമിടണ്ടോന്ന്. നമ്മൾ പറിച്ചു കളയാന്ന് പറഞ്ഞപ്പോഴേ പിന്നെ വീണ്ടും നിറച്ച് പോകുമ്പോൾ മദർ പ്ലാന്റ് ആണോ? മദർ ഇത് അവിടുന്ന് ഇവിടുന്ന് താഴ്ചന്ന് വരാ ഉണ്ടാവട്ടെ. മദറിങ്ങ മദർ ഫാദർ ആവാണ്ടിരുന്നാ മതി. അപ്പൊ കളച്ച് വയ്യാണ്ടായപ്പോഴല്ല സരിത ഒരു മനോഹരമായ ടേസ്റ്റുള്ള കൊള്ളിപ്പൂട്ട് ഉണ്ടാക്കാൻ പോണു. കുറച്ച് കൊള്ളിപ്പൊടി ഉണ്ട്, കഴിഞ്ഞു ഞങ്ങളുടെ കൊള്ളിപ്പൊടി. ഇനി കൊള്ളിക്കുള്ളത് ഉണക്കി വെച്ചിട്ടുണ്ട്. സിമ്പിൾ സാധനമാണ് കൊള്ളിപ്പൊടി ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട. കുറച്ചധികം നാളികേരം ഇടണമെന്ന് മാത്രം. ഉപ്പിട്ടിട്ട് വെള്ളം നനച്ച് ഇതാക്കാം. സാധാരണ അരിപ്പൊടി പോലെയല്ല, കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം. എന്തായാലും ഇവരെ ഞാൻ കളയണില്ലേ, ഈ മാവിനെ കളയണില്ല. അപ്പം പിടിച്ച് ചിലപ്പോൾ നല്ല മാവാണെങ്കിലോ പറയാൻ പറ്റില്ല. നല്ല മാവല്ല, മാങ്ങയാണെങ്കിലേ. പണ്ട് നമ്മുടെ ഈ ഇവിടെ ഇപ്പം കൈക്കോട്ടിളക്കാൻ പൊറിഞ്ചാപ്പിള എന്ന് പറയും. പൊറിഞ്ചാപ്പിള വരും. അതിലേക്ക് നാളികേരണത് കാണിക്കുന്ന സിമ്പിളാണ് പൂട്ടുണ്ടാകണത്. പൊറിഞ്ചാപ്പിള വരും. പൊറിഞ്ചാപ്പിള വരുമ്പോൾ ഈ കൊള്ളിപ്പൂട്ട് ആദ്യമായിട്ട് തിന്നിട്ടുള്ളത് അതിപ്പോൾ പൊറിഞ്ചാപ്പിള കൈക്കോട്ടെ ഒരു വണ്ണം കുറഞ്ഞ് പ്രായമായിട്ടുള്ള ഒരാളാണ് പൊറിഞ്ചാപ്പിള. പൊറിഞ്ചു മാപ്പിള എന്നാണ് പേര്. അപ്പോൾ നമ്മൾ പൊറിഞ്ചാപ്പിള എന്ന് പറയും. ഈ ഓരോ പലഹാരങ്ങളൊക്കെ അവർ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവരെ വീട്ടിലൊക്കെ ഈ പണ്ട് അച്ചപ്പം, കുഴലപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവരെ വീട്ടിലാണ്. പുതിയ ഓരോ പലഹാരങ്ങൾ കണ്ടുപിടിക്കുന്നതും അവരാണ്. ഈ നാട്ടിൽ നിന്ന് ക്രിസ്ത്യൻസ് മൊത്തത്തിൽ പൊതുവെ പലഹാരങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന അറിയുന്ന ആളുകളാണ്. ഇറച്ചിയും ഒക്കെ നന്നായി വെക്കാൻ നോൺ വെജ് സാധനങ്ങളായാലും അവര് അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം ആളുടെ ഭാര്യയുടെ പേര് ഞാൻ മറന്നുപോയി. ആള് ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ കൈക്കോട്ട് കളിക്കാൻ വരുമ്പോൾ കഞ്ഞി കൊണ്ടുവരും. പിന്നെ ഉച്ചരിഞ്ഞ് ആൾക്ക് കഴിക്കാനായിട്ടേ ഉച്ച കഴിഞ്ഞിട്ടേ ഒരു 4 മണിയാകുമ്പോൾ പലഹാരം കൊണ്ടുവരും. പലഹാരം എന്തെങ്കിലും തിന്നാനായിട്ടേ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് കൊള്ളിപ്പൂട്ട് ആളുണ്ടാക്കി കൊണ്ടിട്ട് അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. കൊള്ളിപ്പൂട്ട് ജീവിതത്തിൽ ആദ്യമില്ല. അതൊക്കെ 1976 കൊണ്ടുവരുന്ന നിങ്ങളാണ് ചെന്ന് കഴിക്കുക. അല്ല, ആള് തരും നമുക്ക് തിന്നാനായിട്ട്. ഇവിടെ തിന്നാനൊന്നുമില്ല. ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് തിന്നാനുള്ളത്. കട്ടപ്പേരെടുത്ത് ചെന്നിട്ട് വാങ്ങിക്കില്ലേ അതുപോലെ. 5-6 വയസ്സ് പ്രായമുള്ള പിള്ളേർക്ക് എന്തൊരു തേങ്ങ ബോധം ഉണ്ടാവുക. അത് ശരിയാ. ഇപ്പൊ എന്നെ ബോധമില്ല. പിന്നെ ആ സമയത്ത് ചേട്ടന്റെ ബോധം എന്തായിരിക്കും? 5-6 വയസ്സുള്ള പിള്ളേര് ഇപ്പൊ ഭക്ഷണത്തിന്റെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തൊരു തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതും ഈ ക്ഷാമകാലം, പഞ്ഞകാലം, ദാരിദ്ര്യകാലം, ആ ക്ഷാമകാലത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അത്രക്കില്ലെങ്കിലും ഞാനും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടി ഞാൻ പോന്നിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞിതിൽ തന്നെ അമ്മ പറഞ്ഞുതരും, എല്ലാവരും വലുതും തിന്നണോടത്ത് നിൽക്കരുത്, നോക്കി നിൽക്കരുത്, അവിടെ നിന്ന് പോന്നോളൂ.
അപ്പൊ നമ്മള് വല്ലയിടത്തും അയലക്കത്തെ വീട്ടിലേക്ക് എങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പോ അവര് വല്ല ഭക്ഷണം കഴിക്കേ വല്ല പലഹാരം കഴിക്കണ കണ്ട് ഞാൻ അപ്പൊ അവിടെ നിന്ന് ഓടിപ്പോവും ഞാൻ അവിടെ നിക്കില്ല ഞങ്ങളും പോവും. അതെ എന്ന് അവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പാടി നിനക്ക് മാത്രം പറഞ്ഞല്ലോ, ഇവിടെ എത്ര പേരുണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ. ആരെ വീട്ടിലും വലിയ ഫുഡൊന്നും വലിയ അപൂർവം ചില വലിയ വീടുകൾ മാത്രമല്ലോ. അതൊന്നും അല്ല, ഇത് വെറുതെ ആള് കൊണ്ടുവരുമ്പോ തിരിച്ചു തന്നു. എന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് കൊള്ളിപ്പൂട്ട് കഴിച്ചിട്ടുള്ളതെന്ന്. കൊള്ളിപ്പൂട്ടിന്റെ ചരിത്രം. കൊള്ളിപ്പൂട്ട് ഭയങ്കര രസമാണ്. പിന്നെ കൊള്ളി നമ്മുടെ വീട്ടിൽ കണ്ടമാണ്ടായപ്പോ കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള്. പിന്നെ കൊള്ളിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. അന്നത്തെ കൊള്ളിപ്പൊടിക്ക് മായല്ലേ, അടിപൊളി കൊള്ളിപ്പൊടി ആയിരുന്നു. ഇപ്പോഴത്തെ കൊള്ളിപ്പൊടിയൊന്നും കൊള്ളാത്ത കൊള്ളിപ്പൊടി. ഇപ്പോഴത്തെ കൊള്ളിപ്പൊടി കൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കൊള്ളിപ്പൊടി കൊണ്ട് പൂട്ടുണ്ടാക്കി ഈ ടേസ്റ്റ് കിട്ടില്ലേ, ചുക്കുണ്ടി ഉണ്ടാക്കി ഒരു ഈ ടേസ്റ്റ് കിട്ടില്ലേ. അതുകൊണ്ടാണ് നമ്മള് ആളുകൾ അല്ല നമ്മുടെ മുരുകണ്ണം പറഞ്ഞില്ലേ ചുക്കുണ്ടി ഉണ്ടാക്കി വിൽക്കാത്തതിന്റെ മെയിൻ കാരണം നല്ല കൊള്ളിപ്പൊടി കിട്ടാല്ലേ. അപ്പൊ അതോടൊപ്പം തന്നെ പണിക്കാരും ഉരുട്ടാനുള്ള പണിക്കാരും കിട്ടാല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിർത്തിയത്. ചുക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണിയിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇത് അങ്ങനെ കൊള്ളിപ്പൂട്ട് ആദ്യമായിട്ടുണ്ടായത്. പിന്നെ കൊള്ളിപ്പൂട്ട് ഇടയ്ക്കിടയ്ക്ക് കൊള്ളിപ്പൂട്ട് ചുക്കുണ്ട എൻ്റെ അമ്മേ ഇറക്കാം. എന്തായാലും ഇവന് കിടക്കട്ടെ. 2 പാത്രം കമ്പോസ്റ്റും വളം. ഇനി ഒരുത്തനാണ് ഇവിടെ നിന്ന് ആണിച്ച് നിൽക്കുന്നത് കണ്ട. ഇത് ഫിലോസാനാണ്. കൊണമെന്ന് വെച്ചിട്ട് 3 കൊല്ലായി. ജഗു നീതി കൂടെ വരണോ നോക്കി അപ്പൊ കണ്ടില്ല. വാഴലേ ഇത് ചെയ്യാൻ വെച്ചു. എന്തൊരു പൂട്ട് കുത്തിയില്ലാന്ന് വിചാരിച്ചു. ഇമ്രാനൊക്കെ നല്ല സ്വഭാവമായിട്ട് കിടക്കണം. നോക്കിയേ, പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാന്ന്. ചേട്ടാ വേറെ ഒരു ടൈപ്പ് പുട്ടുണ്ട്. എന്നിട്ടാ അതുണ്ടാക്കാട്ടാ അരിപ്പൊടി കൊണ്ട്. ഉള്ളിപ്പുട്ട്. ഇത് കൊള്ളിപ്പുട്ടല്ലേ, അത് ഉള്ളി. അത് നാളെ ഉണ്ടാക്കാട്ടാ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അതെ, കറിയൊന്നും വേണ്ട. അതെ, അപ്പൊ ഉണ്ടാക്ക്. ഉള്ളി വേണം. ഉള്ളി അല്ല ഉള്ളിയല്ല, സബോള മതി. ഉള്ളിണ്ട് നമ്മുടെ പറക്കാറതിൻ്റെ ഉള്ളി. ഇതിലേക്ക് കുത്തിയിട്ടോ വെന്തുണ്ടാവൂലേ? വെന്തുണ്ടാവില്ലേ? കുറെ സമയമില്ലേ? പുക വരുന്നുണ്ട്. ഞാൻ കൈ കഴുകിട്ടാ തിന്നാനാ. കയ്യൊക്കെ കഴുകി വന്നല്ലോ. തിന്നാ പിന്നെ തിന്നാനുണ്ട്. പണ്ട് അമ്മ മുറത്തിലാണ്, മുറല്ലേ വലിയ മുറം, അതില് വാഴല വയ്ക്കും. അതിലാണ് പൂട്ട്. പിന്നെ കൊല്ലത്തിൽ ഒഴിച്ച് 1, 2, 3 വട്ടൊക്കെയാണ് നമ്മൾ പൂട്ടുണ്ടാക്കുക. അപ്പോൾ ഈ മുറത്തിൽ ഇങ്ങനെ നോക്കിയാൽ മരത്തടി മറ്റേ ലോറിയിൽ കയറ്റിയിട്ടാ പോലെ മറ്റേ ഇങ്ങനെ കയറ്റില്ലേ, അതുപോലെ ഇങ്ങോട്ട് പൂട്ടും കുമ്പങ്ങൾ അങ്ങോട്ട് നിരത്തി ആക്കും. ഒരാൾക്ക് 2, നമുക്കൊരു 3 ഇത് ഇത്രയ്ക്ക് പോകുന്ന കുമ്പല്ലാട്ടാ. അത് വണ്ടം കുമ്പായിരിക്കും. മറ്റേ ഈ കയറോണ്ടൊക്കെ കെട്ടിയിട്ട് അറിയില്ലേ, മുളക്കുറ്റിയാണ്, മുള പൂട്ടുകുറ്റിയാണ്. പിന്നെ ഈ വാഴര തടയുണ്ട്, വാഴര തണ്ട്, ആ തണ്ടാണ് കുത്തി അതിനിപ്പോൾ ആക്കുക. അതില് ഒരെണ്ണമൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറെന്നറിയും. ഇപ്പോഴത്തെ ഇതിലത്തെ ഒരെണ്ണം മാത്രം നമുക്ക് ഇതിലത്തെ 2 തിന്നാൻ പറ്റും. 3 തിന്നാൻ പറ്റും. ഈ കൊള്ളിപ്പൂട്ടായിരുന്നു. മറ്റേ പൂട്ടാണ് അരിപ്പൂട്ടാണ്. എനിക്ക് അതിന് തിന്നാൻ പറ്റില്ല. ഒരു രക്ഷമാണ് ഇതിനുള്ള. ആളുകൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാശുള്ളവരൊക്കെ 2, 3 കുമ്പം കുറ്റി പൂട്ട് തിന്നും. മനസ്സിലായ? ഇപ്പൊ ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? ഭാഗ്യം. സദ്യക്ക് അന്ന് അതുമാതിരി പണിയെടുത്തോടുന്നു. അത് കാരണം കുഴപ്പമില്ല. ഇപ്പൊ പണിയെടുക്കണില്ലേ? സദ്യക്ക് പോയി കഴിഞ്ഞാൽ പച്ച ഗ്ലാസ്, ചുവപ്പ് ഗ്ലാസ്, മഞ്ഞ ഗ്ലാസ്, നീല ഗ്ലാസ്സില് കൊറേ വട്ടം കേട്ടിട്ടുണ്ട് ചേട്ടാ. അത് വേണേ എടുത്ത് കഴിച്ച ചൂടാറുമ്പോഴത്തേക്ക്. അല്ല 10 ഗ്ലാസ് പായസം കുടിക്കുന്നു. ജഗു എന്നാ ഒന്നും പറഞ്ഞില്ലേ ചേട്ടനോട്? അതന്നെ ആ കിണ്ണത്തിൽ കേക്ക്, ഈ കിണ്ണത്തിലേക്ക് പൂട്ട് തിന്നാ. ചിലപ്പോ നാളികേരം മാത്രല്ലോ. നാളികേരം നല്ല വേണം. നാളികേരം നന്നായി വേണം. വേറെ കറിയൊന്നും കൂട്ടിയത് കഴിക്കില്ല. ആ നാളികേരം തന്നെ കൂട്ടിയിട്ടാണ് കഴിക്കുക. മൂത്ത നാളികേരം ആവാനും പാടില്ല. സൂപ്പർ സാധനം. അതിലെടുത്ത് കഴിച്ചോ. ചൂടൊന്നും നോക്കണ്ട. ചൂടൊന്നും നോക്കണ്ട. നീ ചൂടാറിയിട്ട് കഴിച്ചാൽ മതി ഉണ്ണി. വെറുതെ വായ പൊള്ളിക്കണ്ട. ഇതില് ഒരു കഷ്ണമുള്ളോ? കഴിഞ്ഞു പൊടി. ലാസ്റ്റ് പൊടിയത്. അടിപൊളി പൂട്ട്. ഈ പൂട്ടും കഷ്ണം ഇതിനേട്ടാ. അതെ, അപ്പം ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റാണ് വിജയിച്ച സാധനം. പലതുകൊണ്ടും തള്ളിപ്പറഞ്ഞ സാധനം വിജയിച്ചു ഇല്ലേ? അടിപൊളി കമ്പോസ്റ്റ്. തള്ളി പറഞ്ഞു.
അവിടെ കമ്പോസ്റ്റ് കൂടിന് ഒരാളും തള്ളി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഇല്ലേ? എൻ്റെ ഓർമ്മ പെശകാവും. അപ്പോൾ അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം കേട്ടോ.